നമ്മൾ പരിശുദ്ധാത്മാവ് ഉള്ളവരാണെന്ന് കാണുന്നവർക്ക് പറയാൻ സാധിക്കും. നമ്മുടെ ഉള്ളിൽ ദൈവമുണ്ടെന്ന് ശത്രുക്കൾക്ക് പോലും പറയാൻ സാധിച്ചിട്ട് ഈ നല്ല ദൈവത്തെ അവരെ കണ്ട് മഹത്വപ്പെടുത്താൻ ഇടയാകുമെന്നാണ് പറയുന്നത്. നമ്മുടെ കർത്താവിന്റെ മുൻകുറിയായി അബ്രഹാമിന്റെ മകൻ ഇസ്ഹാക്കിനെ അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചു. ആ ഇസ്ഹാക്കിനെ കണ്ട ശത്രുക്കൾ പോലും പറഞ്ഞു, നിന്റെ കൂടെ ഒരു വലിയ ദൈവം ഉണ്ടെന്ന് ഞങ്ങൾ കണ്ടിരിക്കുന്നു. ആ ദൈവം ഞങ്ങളെ കൂടെ ഒന്ന് അനുഗ്രഹിക്കാൻ വേണ്ടി ഞങ്ങൾ സമാധാനം ഉടമ്പടി ചെയ്യാൻ വന്നതാണെന്ന് പറഞ്ഞ് അവർക്കെല്ലാം സദ്യ ഒരുക്കി കൊടുക്കുന്ന രംഗം ഉൽപ്പത്തി പുസ്തകം 26 അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നാനാജാതി മതസ്ഥരായ ദൈവത്തിന്റെ സൃഷ്ടികളായ സഹോദരി സഹോദരങ്ങളായ നമ്മൾക്ക് ഇവിടെ ദൈവത്തിന്റെ മുമ്പ് ഒന്നിച്ചു കൂടിയിട്ട് സത്യ ഏക ദൈവത്തെ തിരിച്ചറിയാൻ, സൃഷ്ടാവായ ദൈവത്തെ തിരിച്ചറിയാൻ സൃഷ്ടികളായ നമ്മൾ നടത്തുന്ന സംരംഭത്തിന്റെ ഒരു കൂടിവരവാണെന്ന് കാര്യം ഓർപ്പിക്കുന്നു. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 26 അധ്യായത്തിലെ ഇസ്ഹാക്കിനുണ്ടായത് അനുഭവം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇസ്ഹാക്കിന്റെ കൂടെ ഒരു വലിയ ദൈവമുണ്ടെന്ന് ശത്രുക്കൾക്ക് പോലും പറയാൻ സാധിച്ചു. ഇസ്ഹാക്ക് ഒത്തിരി അപകരണങ്ങൾ, ചൂഷണങ്ങൾക്ക് വിധേയനായി അപ്പോഴൊന്നും പരിഭവിക്കാതെ താൻ അവിടെ കുഴിച്ചതായ കിണറുകളൊക്കെയും അത്യാഗ്രഹികൾക്ക് വിട്ടുകൊടുത്തിട്ട് നിനക്കുള്ളത് എടുത്തു കളയുന്നോട്ട് മടക്കി ചോദിക്കേണ്ട എന്ന് പറഞ്ഞ കർത്താവിന്റെ തിരുവചനം പഴയ നിയമകാലത്ത് യേശുവിനെ പോലെ തന്നെ അനുവർത്തിച്ച് യേശുവിനെ പോലെ കുരിശിന്റെ അനുഭവത്തിൽ ബലിപീഠത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് വന്ന ആളാണ് ഇസ്ഹാക്ക്. അപ്പൊ ഇസ്ഹാക്കിന് സത്യദൈവത്തെ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞു. അതിനൊത്തിരി നഷ്ടകഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നു. തിരുവചനപ്രകാരം താൻ സകലതും സ്നേഹത്തോടെ സൗമ്യതയോടെ സഹിച്ചപ്പോൾ തന്റെ കൂടെ ഒരു വലിയ ദൈവമുണ്ടെന്ന് കണ്ട ശത്രുക്കൾ, അന്നുണ്ടായിരുന്ന പ്രഭുക്കന്മാർ, വലിയ ആളുകളെല്ലാം ആ കൂടെയുണ്ട്. അവരൊന്ന് പഞ്ചവെച്ച മടക്കി കുമ്പിട്ട് നിന്റെ ദൈവമാണ് വലിയ ദൈവം എന്ന് പറഞ്ഞിരിക്കും. നമ്മൾ ആരാധിക്കുന്ന ദൈവം വലിയ ദൈവമാണ്, നല്ല ദൈവമാണെന്ന് ഇത്രയും നാളായിട്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടോ? നമ്മുടെ വീട്ടിലോ നമ്മുടെ പള്ളിയിലോ വന്ന് ഈ ദൈവം ഒരു വലിയ ദൈവമാണ്, ഒരു നല്ല ദൈവമാണ്, എന്നെ സ്നേഹിക്കുന്ന ദൈവമാണെന്ന് പറയാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നമ്മുടെ ദൈവമായി ആ ദൈവത്തെ മറ്റുള്ളവർ കണ്ടെത്തി വന്നു പറയണം. മതപീഡനമോ മതം മാറ്റമോ ഒന്നുമല്ല ഇവിടുത്തെ വിഷയം, മനം മാറ്റമാണ്. ശത്രുക്കളായി, ചൂഷകരായി, പീഡിപ്പിച്ചുകൊണ്ടിരുന്നവർ വന്ന് ക്ഷമ ചോദിച്ച് കാലേ വീണ് നിന്റെ ദൈവം വലിയ ദൈവമാണെന്ന് പറഞ്ഞപ്പോൾ അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിന് വലിയ സന്തോഷമുണ്ടായി. താൻ സഹിച്ചതായ നഷ്ടഘട്ടങ്ങൾ ശത്രുക്കളെ പോലും മിത്രങ്ങളാക്കാനും അവർ ദൈവത്തെ കണ്ടെത്താനിടയായല്ലോ എന്ന് ഓർത്ത് താൻ സന്തോഷിക്കുകയാണ്. നമ്മൾ ഇത്രയും നാളും ഈ ദേശത്ത് ഈ ഉപ്പുതറ, കട്ടപ്പന, ഈ പറഞ്ഞ പ്രദേശങ്ങളിലുള്ളവരും പല സ്ഥലങ്ങളിൽ വന്നിരിക്കുന്നതായ നമ്മുടെ അടുത്ത് ആരെങ്കിലും നിങ്ങളുടെ ദൈവം വലിയ ദൈവമാണെന്ന് പറഞ്ഞ് സാക്ഷിച്ചിട്ടുണ്ടോ? അതാകട്ടെ നമ്മുടെ ലാക്ക്. പരിശുദ്ധ തോമാശ്ലീഹായുടെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന ഈ ദേവാലയത്തിൽ തോമാശ്ലീഹ ഇന്ത്യയിൽ വന്നത് ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടേച്ചായതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ പഞ്ചമുറിവുകൾ കണ്ട് വിശ്വാസം പുതുക്കി ഇന്ത്യയിൽ വന്ന തോമാശ്ലീഹായ്ക്ക് ഇന്ത്യയിലുള്ളവരുടെ ഇടയിൽ യേശുവിനെ ഉയർത്തി കാണിപ്പാൻ കഴിഞ്ഞു. ആ ഇസ്ഹാക്കിന്റെ അനുഭവം തന്നെ ഇതാ തോമാശ്ലീഹായ്ക്ക് വരുന്നു. തോമാശ്ലീഹായുടെ ദൈവമാണ് വലിയ ദൈവം എന്ന് പറഞ്ഞ് അവർ മനം മാറി തോമാശ്ലീഹായോട് ചേർന്ന സംഭവം നോക്കാം. AD 52 സംഭവം. ആ തോമാശ്ലീഹായെ ഓർക്കാൻ വേണ്ടി ആ തോമാശ്ലീഹായുടെ സുവിശേഷം ഉദ്ഘോഷിക്കുന്ന ഈ ദേവാലയത്തിൽ പരിശുദ്ധ മാതാവിന്റെയും ഗീവറിസദായുടെയും ആ കൂട്ടുവേലയോടുകൂടെ ആ 3 പേരെ ഒന്നിച്ച് കർത്താവിനെ സാക്ഷിച്ച് തോമാശ്ലീഹായുടെയും ഗീവറിസദായുടെയും മാതാവിന്റെയും ദൈവം വലിയ ദൈവമാണെന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞാൽ ഈ ആരാധന സ്ഥലത്ത് വരുന്ന നമ്മുടെ ദൈവം വലിയ ദൈവമാണെന്ന് നമ്മുടെ അയൽവക്കക്കാരും നാട്ടുകാരും ഇന്ത്യക്കാരും ഈ കേരളത്തിലുള്ളവരൊക്കെ പറയാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്ക് ദൈവത്തെയും ദൈവസാന്നിധ്യത്തെയും വിളിച്ചറിയിക്കാൻ പറ്റുന്ന ഒരു ദേവാലയമാകാൻ കഴിയും എന്നുള്ള കാര്യമാണ് തിരുവചനം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ കുടിയിരിപ്പിന്റെ ഭവനമാണെന്ന് പൗലോസ്ലീഹ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ആരാധന സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ നമുക്ക് തന്നെ ചലിക്കുന്ന ഒരു പള്ളിയാകാൻ കഴിയും എന്ന് തിരുവചനം ഉദ്ഘോഷിക്കുന്നു. നമ്മൾ പരിമിതിയുള്ളതായ ഒരു കൊച്ചു ദേവാലയത്തിൽ ഇരുന്നുകൊണ്ടിപ്പോൾ
ഞെങ്ങി ഞെരുങ്ങി ആരാധിക്കാൻ ബന്ധപ്പെടുകയാണ്. അപ്പോൾ എല്ലാവരുടെയും ഒരാവശ്യമാണ് ഇച്ചിരി വലിയൊരു പള്ളി വേണമെന്നുള്ള കാര്യം. പക്ഷെ അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്തപ്പോൾ അത് ആര് സഹായിക്കും, എങ്ങനെ നടത്തുമെന്ന് വിചാരിച്ച് നിങ്ങൾ വ്യാകുലപ്പെടുമ്പോൾ അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ ആരാധനയിൽ കിട്ടാൻ പോകുന്ന കാര്യം ഓർപ്പിക്കുന്നത്. അപ്പം നമ്മുടെ ഭവനവും നമ്മുടെ ആരാധന സ്ഥലവും നമുക്ക് തികയാത്തതായി ഇടുങ്ങിയിരിക്കുമ്പോൾ ഒരു വലിയ വീട്, ഒരു വലിയ ആരാധന സ്ഥലം ഉണ്ടായി എല്ലാം ഒത്തൊരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ പറ്റിയ ഒരു നല്ല ആരാധന സ്ഥലം ഉണ്ടാകുവാനും നമ്മൾ തന്നെ ചലിക്കുന്ന ആരാധന സ്ഥലമായി ദൈവത്തെ സാക്ഷിക്കുന്നവരാകാനും എന്താണ് മാർഗമെന്ന് ബൈബിളിൽ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും പലയിടങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കാര്യം ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ പള്ളി പണിയെക്കുറിച്ചുള്ള ഭാരം അങ്ങ് തീരും. ഇന്നിവിടെ പ്രാർത്ഥനാ വിഷയങ്ങളെ കുറിച്ച് വന്നവിടെ ഇവിടുത്തെ ഒരു വീട് വേണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്. ഈ ദേശക്കാർക്ക് ഈ ഞെങ്ങി ഞെരുങ്ങി ഇവിടെ വന്നിരിക്കുന്നവരെ കാണുമ്പോൾ ഒരു വലിയ പള്ളിയുണ്ടായിരുന്നതിൽ കൊള്ളായിരുന്നല്ലോ എന്ന് തോന്നിക്കാണും. ഈ ആഗ്രഹങ്ങളെല്ലാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ ആരും ഇതിനെക്കുറിച്ച് ഭാരപ്പെടണ്ട. ഇതിന്റെ ചുമതല നമുക്ക് സ്വർഗത്തിലെ പിതാവിനെ ഏൽപ്പിച്ചാൽ മതി. പള്ളിയും നമ്മുടെ ഭവനങ്ങളും പണിയുന്നത് യഹോവയാണെന്നുള്ള കാര്യം 127-ാമത്തെ സങ്കീർത്തനക്കാരൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. അപ്പൊ യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാധ്വാനിക്കുന്നു എന്നുള്ള വചനം നമ്മൾ ഓർക്കുമ്പോൾ യഹോവയാണ് വീടും പള്ളിയൊക്കെ പണിയേണ്ടത്. യഹോവയാണ് നമ്മുടെ ഉള്ളിൽ വീട് പണി തുടങ്ങിവെച്ചിരിക്കുന്നത്. അത് പൂർത്തീകരിക്കും. ആ പൂർത്തീകരണത്തിന് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം പഠിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളെ ഉപദേശിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്ന് വായിച്ചതായ സഖറിയാവിന്റെ പുസ്തകത്തിൽ നമ്മുടെ ഭാരം, വീട് പണിയുടെയും പള്ളി പണിയുടെയും ഭാരം കുറയ്ക്കുവാൻ തക്കവണ്ണം സഖറിയ പ്രവാചകൻ നമുക്കൊരു സന്ദേശം തരുന്നു. ഈ പള്ളി എങ്ങനെ പണിയും, ആര് പണിയും, അതിന് പണം ഇവിടുന്ന് വരും എന്നൊക്കെ വിചാരപ്പെടുമ്പോൾ സഖറിയാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിൽ ദൂരെ നിന്ന് പലരും വന്ന് യഹോവയുടെ മന്ദിരം പണിയെന്ന് എഴുതിയിരിക്കുന്നു. സമീപത്തിനേക്കാൾ അധികം ദൂരത്തുനിന്ന് പലരും വന്ന് ദേവാലയം പണിയുമെന്നൊരു പ്രവചനം. അപ്പൊ പലരെ കൊണ്ട് ദൈവത്തിന് പല ദൂരസ്ഥരായിരിക്കുന്നവരെ സമീപസ്ഥരാക്കി പള്ളി പണിയിക്കാൻ കഴിവുണ്ട് എന്ന് സഖറിയാവിന്റെ ഈ 6-ാം അധ്യായത്തിലൂടെ ഒരു സന്ദേശം നമുക്ക് തന്നിരിക്കുന്നു. ഇവിടെ പല ദൂരസ്ഥലങ്ങളിൽ നിന്ന് ആരാധിക്കാൻ വരുന്ന പലരുണ്ട്. അവർക്ക് തന്നെ കർത്താവിന്റെ ഒരു ചലിക്കുന്ന ദേവാലയമാകാൻ സാധിക്കുന്നതോടൊപ്പം ഇവിടെ ഉണ്ടാകേണ്ടതായ വലിയ ദേവാലയം പണിയുവാനുള്ള ആയുധങ്ങളായി, കരുക്കളായി, മുഖാന്തരങ്ങളായി മാറാൻ കഴിയും എന്നുള്ള കാര്യം നമുക്ക് പ്രത്യാശിക്കുമെന്ന് കേട്ടെ. നമ്മുടെ ഉള്ളിലെ ദേവാലയം പണി കഴിഞ്ഞാലേ അവിടെ താമസിച്ചുകൊണ്ട് പുറത്തെ ദേവാലയം പണി കർത്താവിന് പണിയാനൊക്കൂ എന്നുള്ള കാര്യവും മറ്റൊരു സത്യമാണ്. അതുകൊണ്ട് യഹോവ നമ്മുടെ വീട് പണിയുടെ ചുമതല ഏറ്റെടുക്കും. യഹോവ തന്റെ മകനായ പുത്രനെ യേശു ക്രിസ്തുവിനെ നമ്മുടെ വീട് പണിക്ക് ഇങ്ങോട്ട് പറഞ്ഞയക്കുകയും ചെയ്യും. വരുമ്പോൾ താമസിക്കാനൊരു മുറി കൊടുത്താൽ മതി. നമ്മുടെ ഉള്ളിൽ വീട് പണിയാൻ, പള്ളി പണിയാനും വരുന്ന ആ യേശു തമ്പുരാനെ താമസിക്കാനൊരു മുറി കൊടുത്താൽ മതി. അവിടെ താമസിച്ചുകൊണ്ട് നമ്മുടെ വീടും പണിതും പള്ളിയും പണിതോളും. അങ്ങനെ പല വീടുകളും പല പള്ളികളും പണിയപ്പെടുന്നത്, അത്ഭുതകരമായി പണിയപ്പെടുന്നത് കണ്ട ഒരു സാക്ഷി എന്ന നിലയിൽ നിങ്ങളോട് പറയുകയാണ്. 41 വർഷമായി മൈലപ്ര ധ്യാനമന്ദിരത്തിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പേരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ വെക്കുകയും വീടില്ലാത്ത അനേകർക്ക് വീട് ലഭിക്കുകയും പള്ളിയില്ലാത്ത അനേക സ്ഥലങ്ങളിൽ പള്ളി പണിയുകയും പള്ളി പണിയാൻ തുടങ്ങിയിട്ട് മുടങ്ങിപ്പോയിട്ട് പിന്നെ അത് പൂർത്തീകരിക്കുകയും ചെയ്ത് കുദാശ ചെയ്യപ്പെട്ട പല പള്ളികളിലും പല വീടുകളിലും പോയി സ്തോത്രയാഗം അർപ്പിക്കാനിടയായ അനുഭവ പശ്ചാത്തലത്തിൽ ദൈവം തമ്പുരാൻ നമുക്ക് ധൈര്യം നൽകുകയാണ്. വീട് പണിയെക്കുറിച്ചോ പള്ളി പണിയെക്കുറിച്ചോ ഭാരപ്പെടേണ്ടത് എന്റെ കർത്താവിന് എന്റെ വീട്ടിൽ എന്റെ ഉള്ളിൽ വന്നൊന്ന് ഉറങ്ങാൻ, ഒന്നിരിക്കാനോ ഒന്ന് നിൽക്കാൻ സ്ഥലമുണ്ടോ എന്ന് മാത്രം നോക്കിയാണ്. അത് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ആ കാര്യം ചെയ്തു കൊടുത്താൽ ബാക്കി കാര്യം കർത്താവ് നോക്കിക്കോളും എന്നുള്ള ആ ഒരു വലിയ സാക്ഷ്യം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ദൂരെ നിന്ന് ആൾ വന്ന് പണിയിക്കാൻ കർത്താവിന് കഴിവുണ്ട്. യഹോവയാണ് ഈ പണി നിയന്ത്രിക്കുന്നത്. പിന്നെ യഹോവ തന്റെ മകനെ തന്നെ നമുക്ക് പള്ളി പണിയാനായിട്ട് ഇങ്ങോട്ട് തരും. ആ മകൻ വന്ന് ആദ്യം ചെയ്യുന്ന പണി എന്താണ് എന്നാണ് സഖറിയാവിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അവനോട് പറയേണ്ടത്, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ശാഖ അല്ലെങ്കിൽ മുള എന്ന് പേരുള്ള ഒരു പുരുഷനുണ്ടല്ലോ, അവൻ തന്റെ സ്ഥാനത്ത് നിന്ന് വളർന്നു വന്ന യഹോവയുടെ മന്ദിരം പണി. അപ്പം തന്റെ സ്ഥാനത്ത് നിന്ന് വളർന്നു വന്ന് മന്ദിരം പണിയുന്ന ഒരു മുള,
ആ മുളയെക്കുറിച്ച് യെശയ്യാവിന്റെ പുസ്തകം 11 അധ്യായത്തിൽ യെശയ്യാ പറയുന്നത്, ഇശായിയുടെ കുറ്റിയിൽ നിന്നൊരു മുള പുറപ്പെട്ടു വരും. ആ മുളയെ നമ്മുടെ ഉള്ളിൽ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി, അവൻ വളർന്നോളും. അപ്പൊ നമ്മുടെ മാമോദീസായി നമ്മുടെ ജീവിതത്തിലെ മുറിവുകളും ഈ യേശുവിന്റെ മുള ഒട്ടിക്കാനുള്ള ഇടങ്ങളാണ്. ഇന്നിവിടെ വന്നിരിക്കുന്നവർക്ക് പലതരത്തിലുള്ള മുറിവുകളും ചതവുകളും ഉണ്ടെന്നുള്ള കാര്യം ദൈവാത്മാവ് കാണിച്ചു തന്നിരിക്കുന്നു. ഇവിടേക്ക് ക്ഷണിക്കപ്പെട്ട് വന്ന് നിങ്ങളോടൊപ്പം ആരാധന നടത്താനായിട്ട് വന്നിരിക്കുന്ന ഈ സമയം ദൈവാത്മാവ് പറഞ്ഞതായ ചില സന്ദേശങ്ങളുണ്ട്. ഈ വരുന്നവരുടെ ഉള്ളിലെല്ലാം മുറിവുകളും ചതവുകളും ഉണ്ട്. അത് പലരെ അറിഞ്ഞോ അറിയാതെ ഏൽപ്പിച്ചതാണ്. മുറിവ് ഏൽപ്പിച്ചവരോട് പരിഭവവും പരാതിയുമായിട്ട് വന്നിരിക്കുന്നു. ചതച്ചവരോടും വൈരാഗ്യമുണ്ട്. എങ്ങനെ തിരിച്ചൊന്നിരിക്കാനൊക്കും, തിരിച്ചൊന്നടിക്കാനൊക്കും എന്ന് വിചാരിച്ച് പ്രതികാര ചിന്തയോടെ വരുന്നവരുണ്ടാകാം. ഇങ്ങനെ ഗർഭം മുതൽ മുറിവും ചതവ് ഏറ്റവരാണ് നമ്മളെന്നുള്ള കാര്യം മറക്കരുത്. അത് ദൈവസന്നിധിയിൽ സമർപ്പിച്ചാൽ അതും വീടുപണിക്ക് കൊള്ളാം. അതും നമ്മുടെ പള്ളിപണിക്കുള്ള ഒരു സാധനമാണ്. എന്താ കാര്യം എന്നറിയാമോ? മുളയൊട്ടിക്കിടങ്ങിലൊരു മുറി ഉണ്ടാകണം. ബഡ്ഡിങ്ങിന്റെ തത്വം നിങ്ങൾക്കറിയാം. ഫലം കായ്ക്കാൻ കഴിയില്ലാത്ത നാടൻ മാവ് ഫലം കായ്ക്കുന്ന നല്ല മാവിന്റെ മുളയൊട്ടിച്ചാൽ നല്ല ഫലം കായ്ക്കുന്ന മാവായിട്ട് മാറും. അങ്ങനത്തെ നല്ല പാലില്ലാത്തതായ റബ്ബറിനെ ബഡ് ചെയ്ത പാല് കൊടുക്കുന്ന നല്ല മരമാക്കാൻ പറ്റുന്ന ബഡ്ഡിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒരു മരത്തിന്റെ കമ്പും വേറൊരു മരത്തിന്റെ കമ്പും തമ്മിൽ കൂട്ടി കെട്ടിവെച്ചിട്ട് ഗ്രാഫ്റ്റ് ചെയ്താൽ നല്ല മരത്തിന്റെ കമ്പ് വേറൊരു വൃക്ഷത്തിൽ ഒട്ടിക്കുകയാണെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്താൽ അതിന് നല്ല ഫലം കായ്ക്കാൻ കഴിയുന്നതിനെ കൃഷിശാസ്ത്രത്തിൽ കണ്ടുപിടിക്കപ്പെട്ട രണ്ട് കാര്യമാണ് ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും. ഈ രണ്ട് കാര്യത്തിനും മുറിവും ചതവും വേണം. കൊച്ചു മുറികളിൽ കർത്താവിനെ മുളയൊട്ടിക്കാം. ജീവവൃക്ഷമായ കർത്താവിന്റെ വലിയ കമ്പുകൾ തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് ചേർക്കാൻ ഈ ചതഞ്ഞത് അങ്ങോട്ട് കീറി അതങ്ങോട്ട് ഞെക്കി അവിടുത്തെ കെട്ടിക്കിടക്കുന്ന രക്തവും കെട്ടിക്കിടക്കുന്ന നീരും എല്ലാം അങ്ങോട്ട് ഞെക്കി അങ്ങോട്ട് കളഞ്ഞ് ഒരു വലിയ മുറിവാക്കി ആ മുറിവിലേക്ക് ഒരു കമ്പ് തന്നെ ഒരു കൊമ്പ് തന്നെ വെച്ച് ഗ്രാഫ്റ്റ് ചെയ്യാൻ സാധിക്കും. വിശുദ്ധന്മാരെല്ലാം അങ്ങനെയാണ് നല്ല ഫലം കായ്ക്കുന്നവരെ തീർന്നത്. തോമാസിയായും ഗിവറീസേതായും മാതാവൊക്കെ ഒത്തിരി മുറിവേറ്റവരാണ്, ഒത്തിരി ചതഞ്ഞവരാണ്. അനേകരുടെ ഇടിയും കുത്തുമൊക്കെ കൊണ്ട് അവരുടെ ഹൃദയം ഗർഭം മുതലേ ചതഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ആ ചതവുകളെയും മുറിവുകളെയും കർത്താവ് പള്ളി പണിക്കായിട്ട് ഉപയോഗിച്ചു. അപ്പൊ നല്ല ഫലം കായ്ക്കണമെങ്കിൽ കർത്താവിന്റെ ബഡ്വുഡിൽ കർത്താവിന്റെ ജീവവൃക്ഷത്തിന്റെ ആ ശാഖകളിൽ നമുക്ക് ഒട്ടിക്കാൻ കൊള്ളാവുന്ന നല്ല മുളകൾ നിൽപ്പുണ്ട്. ആ മുള കർത്താവ് അടർത്തിയെടുത്ത് നമ്മുടെ മുറികളിൽ അത് ഞെക്കി കഴുകിയിട്ട് വെച്ച് കെട്ടും. ചതഞ്ഞു കിടക്കുന്നതെല്ലാം കീറി അത് ഞെക്കിയതിന് ശേഷം വലിയ കമ്പുകൾ വെച്ച് ഗ്രാഫ് ചെയ്ത് പൊതിഞ്ഞു കെട്ടിവെക്കും. കുറെ മാസങ്ങൾ കഴിയുമ്പോൾ ആ ഊന്നുകൊടുത്തിരിക്കുന്ന ഊന്നുകൂടി അങ്ങ് മാറ്റിയാലും അത് ബലത്തോടെ അവിടെ നിന്ന് ഫലം കായ്ക്കുന്ന കാണാൻ സാധിക്കും. അങ്ങനെ ഇന്ന് ഈ സെന്റ് തോമസ് ദേവാലയത്തിൽ വന്നിരിക്കുന്നവർ നല്ല ഫലം കായ്ക്കുന്നവരാകുവാൻ, ആത്മഫലങ്ങൾ വിളയിക്കുന്ന വൃക്ഷങ്ങളായി മാറുവാൻ വന്നിരിക്കുന്ന മുറികൾ ഒരു ഉപകാരമാണ്. ദൈവത്തെ സ്നേഹിക്കാമെങ്കിൽ, ദൈവപ്രകാരം ദൈവസ്നേഹപ്രകാരം വിളിക്കപ്പെടാമെങ്കിൽ അത് നന്മയ്ക്കായി തീരും. നമുക്ക് ഫലം കായ്ക്കുന്ന കമ്പുകളും കൊമ്പുകളുമായി മാറാൻ സാധിക്കുമെന്നുള്ള പ്രത്യാശയോടെ നമുക്ക് മുറിവേൽപ്പിച്ചവരെയും നമ്മളെ ചതിച്ചവരെയും നന്ദിയോടെ ഓർക്കാം. അവർ ചെയ്തു തന്നിരിക്കുന്ന ഒരു ഉപകാരമാണ്. അതുകൊണ്ട് അവർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട്, അവർക്കെല്ലാം ക്ഷമ കൊടുത്തുകൊണ്ട് നമ്മുടെ മുറിവുകൾ കഴുകിക്കെട്ടുവാൻ വേണ്ടി സ്വർഗത്തിലെ മൊബൈൽ ക്ലിനിക്ക് ഇപ്പം ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പോവുക. സ്വർഗത്തിലെ മാതാവിന്റെയും ഗൗരീസാദാറിന്റെയും തോമാസിയായുടെയും ഒരു ആശുപത്രിയുണ്ട്. ആ ആശുപത്രിയിലെ നേഴ്സുമാരും ഡോക്ടർമാരും എല്ലാം ഇങ്ങോട്ട് ഒരു ടീമായി ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് നമ്മളെ ഒരു ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റാൻ പോവുകയാണ്. ആ ഓപ്പറേഷൻ തിയേറ്ററിൽ വന്ന് ഈ മുറിവുകൾ ഞെക്കി കഴുകി അതിനെ പുതിയ മുറിവ് പോലെയാക്കി കൊച്ചു മുറിവുകളിൽ മുളയൊട്ടിക്കുകയും വലിയ ചതഞ്ഞിരിക്കുന്ന ഇടങ്ങളിൽ കമ്പുകൾ ഒട്ടിക്കുകയൊക്കെ ചെയ്ത് നമ്മൾ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ നല്ലവണ്ണം യേശുവിൽ ഉറച്ച് ജീവിച്ചു കഴിയുമ്പോൾ ആത്മഫലം വിളയിക്കുന്ന വിശുദ്ധരും ശുദ്ധിമതികളായിട്ട് മാറാൻ സാധിക്കും. നമ്മളെ വിശുദ്ധരാക്കാൻ വേണ്ടിയാണ് ദൈവം വിളിച്ചിരിക്കുന്ന കാര്യം ഓർപ്പിക്കുന്നു. പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവമല്ലാതെ വേറെ ആരും പരിശുദ്ധനില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആസായം വിലാസമായിട്ട് ഉയർത്തുന്ന ആ സമയം പിന്നെ പരിശുദ്ധന്മാരെ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് വേറെ ഒരു വാക്ക് പുറകെ വരുന്നു. അതിന്റെ അർത്ഥം എന്താണ്? ഈ പരിശുദ്ധനായ ദൈവത്തെ ആരാധിച്ച് നമ്മൾ പരിശുദ്ധരായി മാറുകയാണ്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങൾ വിശുദ്ധരാകുക എന്ന് പറഞ്ഞാൽ ലേവ്യ പുസ്തകത്തിലെ വചനപ്രകാരം നമ്മളെ വിശുദ്ധരാക്കുവാൻ, നമ്മുടെ അശുദ്ധികൾ കളയാൻ,
മുറിവുകളും ചതവുകളും കഷ്ടങ്ങളും നഷ്ടങ്ങളും നല്ലതാണ്. ആ കുരിശ് സഹിക്കുവാണെങ്കിൽ കിരീടം പ്രാപിക്കാൻ സാധിക്കും. ബെയർ ദ ക്രോസ് ആൻഡ് വിൻ ദ ക്രൗൺ എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ആ ചിന്തപ്രകാരം കുരിശ് വഹിച്ചാൽ കിരീടം പ്രാപിച്ച് കർത്താവിന്റെ രാജ്ഞിയാകാൻ സാധിക്കും. രാജാവിന്റെ രാജ്ഞിയാകുവാൻ നമ്മുടെ മുറിവുകളും ചതവുകളും തന്നവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ മാമോദീസായിൽ ഒട്ടിച്ചതായ യേശുവിനെ വളരുവാൻ വേറെയും മുറിവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അവിടെ എല്ലാം ഒട്ടിച്ച് നല്ല ഫലം കായ്ക്കുന്നവരാകുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ക്ഷമ കൊടുത്തും ക്ഷമ വാങ്ങിച്ചും അങ്ങനെ നിരത്തിന്റെ ശുശ്രൂഷയുടെ അനുഭവത്തിൽ നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുകയാണ്. എല്ലാവരും അന്യോന്യം കൈ കൊടുത്ത് പുരോഹിതന്മാർ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു, നിങ്ങൾ തമ്മിൽ തമ്മിൽ കൈ കൊടുക്കുന്നു. ഇത് ഒരുമനപ്പെട്ട് നിരപ്പിന്റെ അനുഭവത്തിൽ നമ്മുടെ മഹത്വ ശക്തിയെ സ്വർഗത്തിലേക്ക് എത്തിക്കുമ്പോൾ അത് അനുഗ്രഹ സമാധാന ശക്തിയായി മടങ്ങി വരാൻ പോവുകയാണെന്ന് പറയും. മാമോദീസായിൽ ഒരു ബഡ്ഡിങ് നടന്നപ്പോൾ തന്നെ മാമോദീസായിൽ നമ്മുടെ ആത്മാവിന്റെ ദീപം കത്തിച്ചിട്ടുണ്ട്. മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപമാണെന്ന് സദൃശ്യവാക്യത്തിലും സങ്കീർത്തനങ്ങളിലൊക്കെ ഉള്ള സന്ദേശമാണ്. നമ്മുടെ മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപമാണത്, യഹോവ തന്നെയാണത് കത്തിക്കുന്നതാണ്. അപ്പൊ യഹോവ നമ്മുടെ ആത്മദീപം കത്തിക്കുകയും യഹോവ നമ്മുടെ ആത്മാവിന്റെ വസിക്കേണ്ട വീട് പണിയുകയും ചെയ്യുന്നയാളാണ്. അപ്പൊ പള്ളിയും വീടും പണിതിട്ട് അവിടെ ദീപം കത്തിച്ച് അത് പ്രകാശമുള്ളതായി, അത് നന്മയുടെ പ്രകാശമുള്ളതായി അനേകർക്ക് കൊടുത്ത് നന്മയെ തിന്മയെ ജയിക്കുന്ന ദൈവമക്കളായി ശോഭിക്കുവാനാണ് ഈ ആരാധനയും ധ്യാനവും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഈ കാര്യങ്ങൾ ഓർപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആരാധന സ്ഥലത്ത് ദീപം കത്തിക്കുന്നത്. ഈ ദീപം കത്തിയാൽ പിന്നെ കെട്ടുപോകാൻ സാധ്യതയുണ്ട്. കെട്ടുപോകാതെ സൂക്ഷിക്കുവാൻ വിശുദ്ധന്മാരുടെയും മലാഹന്മാരുടെയും കാവല് വേണം. ഇപ്പോൾ ഈ മെഴുതിരി കത്തിച്ചു കഴിഞ്ഞാൽ കെടാതിരിക്കാൻ ഒരു ചിമ്മിനിയും കൂടെ വെച്ചിരിക്കുന്നു. ആ ചിമ്മിനിയുടെ ഉദ്ദേശം കാറ്റ് വന്നാൽ കെടാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ആത്മദീപം കത്തിച്ചു കഴിഞ്ഞാൽ വിശുദ്ധന്മാരുടെയും മലാഹന്മാരുടെയും കൂട്ടായ്മ ആരാധനയിൽ ഈ ദീപം കെടാതെ സൂക്ഷിക്കാൻ നമ്മളെ സഹായിക്കുകയാണെന്നുള്ള കാര്യം ഓർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ആത്മാവിന്റെ ദീപം ഒരിക്കൽ കൂടെ ജ്വലിപ്പിച്ചുകൊണ്ട് അത് കെട്ടുപോകാതെ വിശുദ്ധന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. നമ്മൾ ജീവനുള്ള കല്ലുകളായി, ജീവനുള്ള പള്ളികളായി, ജീവനുള്ള കർത്താവിന്റെ സാക്ഷികളായി മാറുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇപ്പോൾ പാപമോചന പ്രാർത്ഥന ഇനിയും വേണ്ടിയവർക്ക് കിട്ടും. മെഴുകുതിരികൾ കത്തിച്ച് ഞാനിതുപോലെ ശോഭിച്ചുകൊള്ളാം, ഞാനിതുപോലെ എരിഞ്ഞു തിരുന്നോളാം, ഞാൻ കർത്താവിന്റെ സാക്ഷി ആയിക്കോളാം എന്ന് പറഞ്ഞ് മാമോദീസായെ നമ്മുടെ പ്രതിജ്ഞ പുതുക്കുന്നതിന്റെ പ്രതീകമാണ് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ആ കത്തിച്ച മെഴുകുതിരികൾ ഏറ്റുവാങ്ങി ആ നേർച്ച ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് കൂസോയ പ്രാപിച്ച് കുർബാനയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 7 മുതൽ 14 വരെ. യാചിക്കുവേൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവേൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവേൻ എന്നാൽ നിങ്ങൾക്കായി തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവനായി തുറക്കുന്നു. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടോ? അവൻ മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മകൾ എത്രയധികം നൽകും. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവീൻ. ഇതാകുന്നു ന്യായപ്രമാണവും പ്രവാചകന്മാരും. ഇടുങ്ങിയ വാതിലൂടെ അകത്ത് കടക്കുവീൻ. നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴി വിശാലവുമാകുന്നു, അനേകർ അതിലൂടെ കടക്കുന്നു. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുങ്ങിയതും വഴി ഞെരുക്കമുള്ളതുമാകുന്നു, അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. സ്വല്പസമയം ഇരിക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 7 മുതൽ 14 വരെയുള്ള ഭാഗം നമ്മൾ വായിച്ചിരിക്കുന്നു. ഈ തിരുവചനം ധ്യാനിച്ചുകൊണ്ട് ഈ കുർബാന പുത്തൻ കുർബാനയാകാൻ നമ്മളെ ഒരുക്കുകയാണ്, തയ്യാറാക്കുകയാണെന്ന് കാര്യം ഓർപ്പിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിലെ എല്ലാ സന്ദേശങ്ങളുടെയും രക്തം ചുരുക്കം കുറുക്കി പറ്റിച്ച ഒരു ക്യാപ്സ്യൂൾ പോലെ കർത്താവ് തന്റെ ഗിരിപ്രഭാഷണത്തിൽ നൽകിയിരിക്കുന്നതാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്ക് ചെയ്യുവീൻ. ഇതാകുന്നു ന്യായപ്രമാണവും പ്രവാചകന്മാരും. അപ്പൊ പഴയ നിയമത്തിലെ ന്യായപ്രമാണന്മാരുടെ പ്രവാചകന്മാരുടെ എല്ലാ സന്ദേശത്തിന്റെ ചുരുക്കം ഇവിടെയുണ്ട്.
ഇതിനപ്പുറമായിട്ട് വേറൊരു ന്യായപ്രമാണവും ഇല്ല എന്ന് ഗലാത്യ ലേഖനം 5-ാധ്യായത്തിന്റെ ആത്മഫലങ്ങളെ കുറിച്ച് പറയുന്ന സംഘത്ത് അവിടെയും പറയുന്നു. അപ്പൊ ഇതിൽ നമ്മൾ പഠിക്കാനുള്ള പാഠം എന്താണ്? മറ്റുള്ളവർ നമുക്ക് തരാത്തതിന്റെ പിറുപിറുപ്പും പരിഭവമായി നമ്മൾ കഴിയുന്നു. കുടുംബജീവിതമായാലും സഭാജീവിതമായാലും സാമൂഹ്യ ജീവിതമായാലും നമുക്ക് എല്ലാവരോടും പരിഭവം വരുന്നതിന്റെ കാര്യം നമ്മൾ പ്രതീക്ഷിക്കുന്ന സ്നേഹമോ അംഗീകാരമോ നമുക്ക് തരാത്തപ്പോൾ നമുക്ക് വേദനയും സങ്കടവും ദുഃഖവും മുറിവും വരുന്നു. മറ്റുള്ളവർ ഇങ്ങോട്ട് തരാത്തത് കർത്താവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അങ്ങോട്ട് കൊടുക്കണമെന്നാണ് കർത്താവ് പഠിപ്പിച്ചിരിക്കുന്നത്. ഇതെങ്ങനെ സാധിക്കും? പരിഭവങ്ങളും പരാതികളും സങ്കടങ്ങളും ദുഃഖങ്ങളുമായി വന്നിരിക്കുന്ന നമ്മുടെ പല രോഗങ്ങളുടെയും കാരണം അസന്തുഷ്ടിയാണ്. സന്തുഷ്ട ഹൃദയം നല്ലൊരു ഔഷധമാണ് സദൃശവാക്യം 17:22 സന്തുഷ്ട ഹൃദയത്തോടെ എല്ലാ കാര്യവും കാണാൻ കഴിഞ്ഞാൽ അത് നമുക്ക് രോഗം വന്നാൽ അതിനെ അതിജീവിക്കുവാനും രോഗം വരാതിരിക്കാൻ നമ്മളെ പ്രതിരോധം ഉള്ളവരാക്കുന്നതാണ് കാര്യം ഓർപ്പിക്കുന്നു. ഇംഗ്ലീഷിൽ മെറി ഹാർട്ട് ഈസ് എ ഗുഡ് മെഡിസിൻ എന്നാണ് പറയുന്നത്. എപ്പോഴും സന്തോഷിക്കുവാൻ, എപ്പോഴും പരാതിയും പരിഭവവും ഇല്ലാതെ എല്ലാത്തിനും സ്തുതി പറയുവാൻ, എല്ലാത്തിനും നന്ദി പറയുവാൻ നമുക്ക് സാധിക്കണമെന്നാണ് 1 തെസ്സലോനിക്കർ 5-ാധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് നമ്മൾ അവിടെ പറയുന്നത്. അങ്ങനെ നമുക്ക് അനുദിന ജീവിതത്തിൽ പരിഭവങ്ങളും പരാതികളും പിൻവലിച്ചിട്ട് മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്ന് വാങ്ങിച്ചിട്ട് അങ്ങോട്ട് കൊടുത്താൽ അത് അവിടെ പോയിട്ട് ഇതിന് തിരികെ വരുമെന്നാണ് പറയുന്നത്. തിരികെ വന്നില്ലെങ്കിൽ അവർ മനുഷ്യരല്ലെന്നുമാണ് എന്റെ അർത്ഥം. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണം എന്നാഗ്രഹിക്കുന്നത് അവർക്ക് അങ്ങോട്ട് കൊടുക്കാനാണ് പറയുന്നത്. നമ്മൾ എത്ര അങ്ങോട്ട് കൊടുത്തിട്ടും ഇങ്ങോട്ടൊന്നും കിട്ടുന്നില്ലെങ്കിൽ അവർ മനുഷ്യരാണെന്ന് സംശയമാണ്. മനുഷ്യ കോലത്തുള്ള ഒരു ജീവിയെന്ന് വിചാരിച്ചാൽ മതി. നമ്മൾ മനുഷ്യത്വമുള്ളവരായാൽ വീണ്ടും ജനത്തിൽ ദൈവമക്കളാണെങ്കിൽ ആർക്കെങ്കിലും നമുക്ക് എന്തെങ്കിലും കൊടുത്താൽ അത് അവർ തിരികെ തരും എന്നാ പറഞ്ഞതിന്റെ. തിരികെ തരുന്നില്ലെങ്കിൽ നമ്മൾ കൊടുത്തു മനുഷ്യർക്കല്ല മൃഗതുല്യരായ അധപ്പതിച്ചവർക്കാർക്കാം ആയിരിക്കാം അവർ തിരികെ തരികയില്ല. യൂദോസ് അറിയാത്ത മൃഗതുല്യനായി അധപ്പതിച്ചു പോയപ്പോൾ കർത്താവിന്റെ കയ്യിൽ കിട്ടിയ കാണിക്ക മുഴുവൻ തന്റെ കയ്യിലായിരുന്നു. തനിക്ക് കിട്ടിയ പണം മുഴുവൻ താൻ അപഹരിച്ചുകൊണ്ടിരുന്നു. എന്നിട്ടും അവന് തികഞ്ഞില്ല, ഒന്നും തിരിച്ചു കൊടുക്കാനൊത്തില്ല. 30 വെള്ളിക്കാശിന് തന്നെ വിൽക്കേണ്ടി വന്നു. അവൻ നാശയോഗ്യനായി നാശക്കുഴിയിൽ ഒരു മൃഗത്തെ പോലെ താഴോട്ട് പോയി. അപ്പൊ നമ്മള് ദൈവമക്കളായി ഉയർത്തപ്പെടേണ്ടവരാണ്, മൃഗങ്ങളെ പോലെ അധപ്പതിക്കേണ്ടവരല്ല എന്ന് കാര്യം ഓർപ്പിക്കുന്നു. 71-ാം സങ്കീർത്തനക്കാരൻ നല്ലൊരു പാട്ടുകാരനായിരുന്നു. ആസാഫിന് ഒത്തിരി നാൾ പള്ളിയിൽ പോയെങ്കിലും പാടിയെങ്കിലും പ്രാർത്ഥിച്ചെങ്കിലും ഒരു സ്വസ്ഥതയില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. തനിക്ക് യാതൊരു സ്വസ്ഥതയില്ല. തനിക്ക് മുറിവും ചതവും സങ്കടവും ദുഃഖവും മാത്രം. പള്ളിയിൽ പോകാത്തവർക്കോ പാടാത്തവർക്കോ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവിടെ അസൂയ തോന്നിയ ഒരു കാലം ഉണ്ടായിരുന്നു പറഞ്ഞ് താൻ പരിഭവിച്ചിട്ടുണ്ട്. എന്തിനാ പള്ളിയിൽ പോകുന്നെന്ന് വിചാരിച്ച് താൻ വിഷമിച്ചെങ്കിലും പള്ളിയിൽ പോകും മാത്രം നിർത്തിയില്ല. താൻ ഈ സങ്കടവുമായി പള്ളിയിൽ പോയി. വീട്ടിൽ ഇരുന്നപ്പോൾ ആലോചിച്ചപ്പോൾ അയൽവക്കക്കാരെ കണ്ടപ്പോൾ അസൂയ തോന്നി. വീണ്ടും പള്ളിയിൽ പോയിരുന്ന് ആലോചിച്ച് വാങ്ങിച്ചവന് മറുപടി കിട്ടിയെന്നാണ് 71-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത്. അവരെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തനിക്ക് ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ കിട്ടിയതായ പുതിയ ഒരു ഉൾക്കാഴ്ച. ഞാനൊരു മണ്ടനായിരുന്നല്ലോ, ഞാനൊരു ഭോഷനായി പോയല്ലോ, ഞാനൊരു മൃഗം പോലെയായി പോയല്ലോ, ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ ചിന്തിക്കേണ്ടത് എന്ന് പറഞ്ഞ് താൻ തന്റെ കുറ്റം ഏറ്റു പറഞ്ഞ് കർത്താവിനോട് പാപങ്ങൾ ഏറ്റു പറഞ്ഞപ്പോൾ തനിക്ക് കണ്ണു തുറന്നു. തനിക്ക് തന്റെ കയ്യെ ദൈവം കയറിപ്പിടിച്ചു. തന്റെ അശുദ്ധികൾ കഴുകിക്കളഞ്ഞപ്പോൾ തന്റെ കൈ ശുദ്ധമായി കഴിഞ്ഞപ്പോൾ ആ കയ്യിൽ ദൈവം പിടിച്ചിട്ട് തന്റെ മഹത്വത്തിലേക്ക് ആനയിച്ചു കഴിഞ്ഞപ്പോൾ തന്റെ എല്ലാ ദുരാഗ്രഹങ്ങളും മാറി. നിന്നെയല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്ന ശുദ്ധ ഹൃദയത്തിലേക്ക് ആനയിക്കപ്പെട്ടു. ആ ശുദ്ധമുള്ള ഹൃദയം, പരിശുദ്ധമായ ഹൃദയമുള്ളവർക്ക് മാത്രമേ പരിശുദ്ധനായ ദൈവത്തെ രുചിച്ചറിയാനൊക്കെ ഉള്ളൂ. അപ്പൊ ദൈവം നല്ലവനാണെന്ന് രുചിച്ചറിഞ്ഞ് ആ ദൈവത്തിന്റെ സ്നേഹവും അനുഗ്രഹങ്ങളും നമ്മളേക്ക് ഏറ്റുവാങ്ങിയിട്ട് അത് നമുക്ക് തരാത്തവർക്ക് അങ്ങോട്ട് കൊടുത്ത് അവരെ ദൈവത്തിന്റെ നന്മ കാണിച്ച് നമ്മൾ സൽഗുണപൂർണനായ ദൈവത്തിന്റെ മക്കളാണെന്ന് തെളിയിക്കണമെന്നാണ് ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മനുഷ്യരായി ദൈവമക്കളായി യേശുവിന്റെ മണവാട്ടിയായി വളർന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ മുഴുവനും അവിടുന്ന് വാങ്ങിച്ച് ഇല്ലാത്തവർക്ക് അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കാമെങ്കിൽ അവരത് കണ്ടിട്ട് മനുഷ്യത്വം പ്രാപിച്ച് മൃഗതുല്യരായി പോയവരും തിരികെ വന്ന് അവരും ദൈവത്തെ കാണുമെന്നുള്ളതാണ് ഉൽപ്പത്തി പുസ്തകം 26 നമ്മൾ കണ്ടത്. അത്യാഗ്രഹത്തോടെ ഇസാഖിനെ അപഹരിച്ചവര്, ചൂഷണം ചെയ്തവർ അവസാനം സുബോധം പ്രാപിച്ച് മടങ്ങി വന്ന് സന്ധ്യ സംഭാഷണം നടത്തി ഇവർക്ക് വലിയ സദ്യ കൊടുത്തു എന്നാണ്. നമ്മുടെ ആരാധന സ്ഥലങ്ങൾ ഇങ്ങനെ ദൈവത്തെ കണ്ടെത്തുന്നവർക്ക് സദ്യ ഒരുക്കുന്ന സ്ഥലമാണ്. വിശുദ്ധ കുർബാന ഒരു സ്വർഗീയ വിരുന്നാണെന്ന് കുർബാന തക്സായുടെ അവസാനം എഴുതിയിട്ടുണ്ട്. യാക്കോബിന്റെ തക്സായുടെ അവസാനത്തിൽ നന്ദി പറയുന്ന പ്രാർത്ഥനയുടെ സമയം വിശുദ്ധ കുർബാന ഒരു സ്വർഗീയ വിരുന്നാണെന്നാണ്. ആത്മീയവും മാനസികവും ശാരീരികമായ വിരുന്നിവിടെയുണ്ട്. ആ വിരുന്നിന്റെ ഭാഗമായി നമ്മൾ കർത്താവിന്റെ തിരുശരക്തങ്ങൾ അനുഭവിക്കുന്നു. പിതാവിന്റെ സന്നിധി ചെല്ലുമ്പോൾ നമുക്ക് തരാൻ വേണ്ടി ജീവന്റെ വെള്ളം അവിടെയുണ്ട്, വചനമാകുന്ന പാലുണ്ട്, ജീവന്റെ അപ്പമുണ്ട്,
പരിശുദ്ധാത്മാവിന്റെ പുതിയ വീഞ്ഞിന്റെ ആ പുതിയ കൃപകളും അനുഗ്രഹങ്ങളും അവിടെയുണ്ട്. ഇവയെല്ലാം നമ്മൾ ആസ്വദിച്ചിട്ട് ഇതില്ലാത്തവർക്ക് കൊണ്ട കൊടുക്കാനാണ് ആരാധന കഴിഞ്ഞ ധ്യാനം നമ്മൾ വീടുകളിലേക്ക് പോകുന്നത്, മറ്റു പല സ്ഥലങ്ങളിലേക്ക് പോകുന്നത് കിട്ടിയത് കൊടുത്തു തീർക്കാനാണ്. ഇങ്ങനെ നമുക്ക് മനുഷ്യരായി മനുഷ്യത്വമുള്ളവരായി സ്വർഗീയ പിതാവിന്റെ സൽഗുണപൂർണരായി വളരാൻ സാധിക്കുമെന്നുള്ള പാഠം സഭാപിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആരെങ്കിലും നമുക്ക് തരേണ്ടത് തന്നില്ലെങ്കിൽ അവർ മൃഗതുല്യരായിട്ട് അധപ്പതിച്ചു പോയി എന്ന് വിചാരിച്ച് നമ്മൾ മനുഷ്യത്വത്തോടെ ദൈവത്തിന്റെ മക്കളായി ആർക്ക് കൊടുക്കണം അങ്ങോട്ട് കൊടുത്താൽ മതി. കിട്ടിയില്ലെങ്കിൽ കർത്താവിനെ വിവരം അറിയിച്ചാൽ മതി. കർത്താവ് അത് നമുക്ക് നൽകിക്കൊള്ളൂ എന്നുള്ള ആരോട് ഓർപ്പിച്ചിരിക്കുന്നു. യാചിക്കേണ്ടതും അന്വേഷിക്കേണ്ടതും മുട്ടേണ്ടതും പരിശുദ്ധാത്മാവിന് വേണ്ടിയാണെന്നാണ് ഇവിടെ ഓർപ്പിച്ചിരിക്കുന്നത്. യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. അപ്പൊ ഏത് പ്രാർത്ഥനയ്ക്കും മുമ്പ് അത് നൽകുന്ന പരിശുദ്ധാത്മാവിനെ എനിക്ക് തരണമെന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഈ കാണുന്ന സകലതും ഉണ്ടാക്കിയതെന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ വായിക്കുന്നു. ഭൂമി പാഴ്ശൂന്യമായിരുന്നപ്പോൾ പാഴ്ശൂന്യമായ ഈ ഭൂമിയിലെ വെള്ളത്തിന്മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ആ പരിശുദ്ധാത്മാവും വെള്ളവും കൂടെ കൂടിയായി കാണുന്നതെല്ലാം സൃഷ്ടിച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തില്ലാതെ പോയാലും എന്തൊക്കെ നാശനഷ്ടങ്ങൾ വന്നാലും പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ ഇച്ചിരി വെള്ളം കൊടുത്താൽ മതി. വെള്ളം നിങ്ങളുടെ കയ്യിലുണ്ടോ? നമ്മുടെ കണ്ണിലെ വെള്ളം. അപ്പൊ കണ്ണിലെ വെള്ളം പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കൊടുത്താൽ അതുകൊണ്ട് ചീഞ്ഞു നാറിയ ലാസറിനെ യോജിപ്പിച്ച കർത്താവിന് മാതൃക നമുക്ക് ചീഞ്ഞു നാറിയവരെയും നശിച്ചവരെയും നഷ്ടപ്പെട്ടവരെയും വീണ്ടെടുക്കുവാൻ നമ്മുടെ കണ്ണുനീരോടുള്ള പ്രാർത്ഥനയിൽ കണ്ണുനീരിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ മതി, അത്ഭുതങ്ങൾ നടക്കുമെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഒരു ഇല്ലായ്മയെക്കുറിച്ചും വല്ലായ്മയെക്കുറിച്ചും ആരും വേവലാതിപ്പെടണ്ട. പരിശുദ്ധാത്മാവിനെ മാത്രം വാങ്ങിക്കുക. പരിശുദ്ധാത്മാവിനെ വാങ്ങിക്കണമെങ്കിൽ അശുദ്ധാത്മാവിനെ വിടണം. അശുദ്ധാത്മാവിനെ ഓടിച്ചെങ്കിലേ പരിശുദ്ധാത്മാവ് വരുള്ളൂ. അതിനാണ് കാത്തിരിക്കുന്നത്. അപ്പൊ അശുദ്ധാത്മാക്കളുടെ ഒളിപ്പിടങ്ങൾ തകർത്ത് പരിശുദ്ധാത്മാവിന്റെ കുടിയിരിപ്പിന്റെ ഭവനം പണിത് പരിശുദ്ധാത്മാവേ വരണമേ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരും, നദി പോലെ വരും. അത് സമാധാനമായി കവിഞ്ഞൊഴി അനേരിലേക്ക് പോകുന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നമ്മുടെ ഈ കൂടി വരും അതിനാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ബലിപീഠത്തിലോട് വെച്ചേര്. ഞങ്ങൾക്ക് വേണ്ടത് നിന്നെ തന്നെയാണ്. ദൈവത്തെ തന്നെ ദൈവം തരുന്നതാണ് പരിശുദ്ധാത്മാവായിട്ട്. ആ സ്വർഗത്തിലെ പിതാവിനെ അതേപടി നമുക്ക് സ്വീകരിക്കാൻ നമുക്ക് കഴിവില്ല. സൂര്യനേക്കാൾ പ്രകാശമുള്ള ആളിനെ നമുക്ക് ഇത്ര ദൂരം നിന്നിട്ട് പോലും സഹിക്കാനൊക്കുന്നില്ല. ആ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായ ലോകത്തിൽ ആവർത്തിച്ച യേശു മനുഷ്യനായി വന്നപ്പോൾ അവനെ ആർക്കും മനസ്സിലാകുന്നുമില്ല. ആ കർത്താവ് മരിച്ചു ഉയർത്തുന്ന സ്വർഗാരോഹണം ചെയ്തിട്ട് അനാഥരായ നിങ്ങളെ വിടാതെ എന്നും കൂടെ ഇരിപ്പാൻ പരിശുദ്ധാത്മാവുന്ന കാര്യസ്ഥനെ തരാമെന്ന് പറഞ്ഞിട്ട് പോയി 120 പേർക്ക് ആണ് ആദ്യമായിട്ട് ആ പരിശുദ്ധാത്മാവുന്ന കാര്യസ്ഥനെ കിട്ടിയപ്പോൾ അവർ സന്തോഷമായി, സംതൃപ്തിയായി, സമാധാനമായി, സന്തോഷമായി അവർക്ക് ദൈവത്തെ തന്നെ അവരുടെ കൈ കിട്ടി. എന്ന് നമ്മുടെ ശരീരത്തിന്റെ അതേ ശീതോഷ്ണാവസ്ഥയിൽ അതേ ഷേപ്പിൽ ദൈവം നമ്മുടെ ഉള്ളിൽ താമസിക്കുന്ന പരിശുദ്ധാത്മാവ്. സർവ്വവ്യാപിയായ സർവശക്തനായ ദൈവത്തെ നമുക്ക് ഒതുക്കാനൊക്കുകയില്ല, നമ്മുടെ കയ്യിൽ ഒതുങ്ങുകയില്ല, നമുക്ക് സഹിക്കാനൊക്കുകയില്ല, വഹിക്കാനൊക്കുകയില്ല. അതുകൊണ്ട് പിതാവാദിയെന്ന് വരാൻ പുത്രനെയും പുത്രൻ പരിശുദ്ധാത്മാവിനെയും നമുക്ക് തരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ശരീരത്തിന്റെ അതേ ഷേപ്പിൽ, ശരീരത്തിന്റെ അതേ ചൂടിൽ അതിന്റെ ഉള്ളിൽ താമസിച്ചുകൊണ്ട് നമ്മളെ സനാഥരാക്കി ദൈവസാന്നിധ്യ ബോധത്തിൽ ആത്മഫലങ്ങൾ വിളയിക്കുന്ന വിളഭൂമിയായി നമ്മളെ മാറ്റി തരാത്തത് അങ്ങോട്ട് കൊടുത്തവരെ അനേകരെ നേടുന്നവരാകാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് ഈ ധ്യാനം എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ വിഷയം കൊണ്ട് മാറ്റിവെച്ചേര്. സ്വർഗത്തിലെ അപ്പച്ച അവിടുന്ന് തന്ന പുത്രന് വേണ്ടി നന്ദി. ആ പുത്രൻ സ്വർഗാരോഹണം ചെയ്തിട്ട് തന്ന പരിശുദ്ധാത്മാവിന്റെ പന്തിക്രിസ്തിയുടെ അനുഭവം ഞങ്ങൾക്കും വേണം. ആ ആത്മാവിൽ ഞങ്ങൾക്ക് നിറയണം. ആ ആത്മാവിൽ ഞങ്ങൾക്ക് ഇങ്ങോട്ട് കിട്ടാത്ത അങ്ങോട്ട് കൊടുത്ത് ഞങ്ങൾ സൽഗുണപൂർണരായ ദൈവത്തിന്റെ മക്കളാണ് തെളിയിക്കുന്ന ആ വലിയ ഭാഗ്യം ഞങ്ങൾക്ക് വേണം. വേണമെന്ന് ആഗ്രഹമുള്ളവർക്ക് എഴുന്നേൽക്കാം. അവർക്ക് വേണ്ടിയാണ് ആരാധന. ഒരിക്കൽ കൂടെ പാപത്തിന് പ്രാർത്ഥന നടത്താൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ.